ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അവന്തികേട്ടത്തെ ഡിവോഴ്സ് ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എന്നിട്ട് നന്ദേട്ടൻ എന്ത് ചെയ്യാനാ? ഞാൻ സന്ധ്യയെ വിവാഹം കഴിക്കും. അച്ഛനെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പലതവണ ഞാൻ എല്ലാം തുറന്നു പറയാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓരോ തവണ അർച്ചനയോട് സംസാരിക്കാൻ വേണ്ടി അടുത്ത് വരുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ വരും. ചിലപ്പോൾ അവന്തിക തന്നെ വരും. പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് സമാധാനമായിട്ടൊരു സന്ദർഭം കിട്ടിയത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇപ്പോൾ അർച്ചന കേൾക്കണം. എന്താ നന്ദേട്ടാ? അർച്ചനയ്ക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അർച്ചനയ്ക്ക് മാത്രമായിരിക്കും. അവന്തികയും ഞാനും തമ്മിൽ ഇനി മുന്നോട്ടൊന്നിച്ചു പോകത്തില്ല. അവന്തിക ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണവും ഞാൻ തന്നെയാണ്. എത്രയോ ദിവസമായി ഈ കാര്യം ഞാൻ അർച്ചനയോട് പറയണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നെന്ന് അർച്ചനയ്ക്കറിയാലോ. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാനൊരു ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാൻ പോവാണ്. ഡിവോഴ്സ് പെറ്റീഷൻ തയ്യാറാക്കി ഞാനതിൽ ഒപ്പിട്ട് അവന്തികയെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ഇതുവരെ അതിലൊപ്പിട്ടില്ല. ഒപ്പിടുമോ എന്ന് എനിക്കറിയില്ല. ഇത് പെട്ടെന്ന് തീരുമാനിച്ചതല്ല. എത്രയോ നാളുകളായി ഞാൻ മനസ്സിലാലോചിച്ച് കണക്കൂട്ടിയെടുത്ത തീരുമാനമാണ്. ഇതിലിപ്പം എനിക്കെന്താ റോള് നന്ദേട്ടാ? ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛനോട് എനിക്ക് കാര്യം നേരിട്ട് പറയാൻ പറ്റത്തില്ല. അർച്ചന വേണം അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. അച്ഛൻ ഈ വീട്ടിൽ ആരുടെയെങ്കിലും വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർച്ചനയോട് മാത്രമാണ്. നന്ദേട്ടൻ എന്താ ഈ പറയുന്നേ? എന്റെ കാര്യങ്ങളൊക്കെ അർച്ചനയ്ക്കറിയില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ അവന്തികയെ ഇത്രമാത്രം വെറുക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നതും അർച്ചനയ്ക്കല്ലേ? ഈ വീടിനെ ഇതെങ്ങനെ ബാധിക്കുന്നു നന്ദേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കിത് എങ്ങനെയാ അച്ഛനോട് പറയാൻ കഴിയുന്നേ? ഇനിയിപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ അച്ഛൻ ഇതിന് സമ്മതിക്കുന്ന എന്താ ഉറപ്പ്? അച്ഛൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞതെല്ലാം മറന്ന് അവന്തികേട്ടത്തിയുമായി സന്തോഷമായി ജീവിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നന്ദേട്ടൻ അവരെ ദ്രോഹിച്ചത് എത്രയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അർച്ചന, എന്റെ ജീവിതം എനിക്കിപ്പോ ഒരു മരവിപ്പ് മാത്രമാണ്. രാവിലെ ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ അത് തന്നെ തുടരുന്നു. മറ്റൊന്നും ചെയ്യാനില്ല. ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഇങ്ങനെ പോയാൽ ഞാൻ വലിയ ഡിപ്രഷനിലായി പോകും. ചിലപ്പോൾ ഒരു മെന്റൽ പേഷ്യൻ്റ് ആയെന്നും വരും. അതിനു മുമ്പ് എനിക്കിതിൽ നിന്ന് പുറത്ത് കടന്നേ പറ്റൂ. അതിനിതല്ലാതെ മറ്റൊരു വഴി എൻ്റെ മുന്നിലില്ല. അത് ശരി. അപ്പൊ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ഉണ്ടാക്കിയതൊന്നും അല്ല ഇതൊന്നും. എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ്. കാണിച്ചു തരാം ഞാൻ. അവന്തികേട്ടത്തെ ഡിവോഴ്സ് ചെയ്യാൻ അച്ഛൻ സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക. എന്നിട്ട് നന്ദേട്ടൻ എന്ത് ചെയ്യാനാ? ഞാൻ സന്ധ്യയെ വിവാഹം കഴിക്കും. ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് വല്ലാതെ അടുത്തുപോയി.
ഇനി പരസ്പരം വേർപിരിയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അപ്പൊ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. എന്നെ കളഞ്ഞിട്ട് അവളോടൊപ്പം ജീവിക്കണമല്ലേ? അതിലും നല്ലത് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുന്നതാ. ബാക്കിയും കൂടെ പറ, കേക്കട്ടെ. പരസ്പരം ഇഷ്ടമില്ലാത്ത രണ്ടുപേരുടെ ജീവിതം നരകതുല്യമായിരിക്കും. ഞാനിപ്പോൾ അനുഭവിക്കുന്നതും അതാണ്. അതിലും നല്ലതല്ലേ ഇഷ്ടമുള്ള രണ്ടുപേര് തമ്മിൽ കുറച്ചു നാളെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത്. ഇക്കാര്യം നന്ദേട്ടൻ സന്ധ്യ ഡോക്ടറോട് സംസാരിച്ചോ? സംസാരിച്ചു. ആദ്യ സന്ധ്യ സമ്മതിച്ചില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് അവളത് സമ്മതിച്ചത്. ഇന്ന് തന്നെ അർച്ചന ഈ കാര്യം അച്ഛനുമായിട്ട് സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ എനിക്ക് കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞ എനിക്ക് ഈ വീടും നിങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. ചിലപ്പോ അതിന്റെ അവസാനത്തെ യാത്രയായെന്ന് വരും. നന്ദേട്ടാ, എന്തൊക്കെയാ പറയുന്നേ? എന്റെ തീരുമാനം ഇതാണ്. ഇനി അർച്ചനയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ജീവിതവും മരണവും എനിക്ക് മുന്നിൽ ഒരേപോലെയാണ്. ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. രണ്ടിലേക്ക് ഒരേ ദൂരമാണ്. അർച്ചന അത് മനസ്സിലാക്കി അച്ഛനോട് സംസാരിക്കണം. നന്ദേട്ടാ, അർച്ചനയാണ് മീഡിയേറ്റർ. ജീവിതത്തിലേക്കും മരണത്തിലേക്കും ഒരേ ദൂരമാണെങ്കിൽ പിന്നെ സന്ധ്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ മരണത്തിലേക്ക് തന്നെ പോകുന്നതാ. അച്ഛനിപ്പോ റൂമിൽ തനിച്ചായിരിക്കും. ഈശ്വര, ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയുക? എന്തു പറ്റി അച്ഛന്റെ മുഖം വല്ലാതിരിക്കുന്നു? ഹേയ്, ഒന്നുമില്ല. എപ്പോഴും മനുഷ്യരുടെ മുഖം ഒരേപോലെ ഇരിക്കില്ലല്ലോ. ചിലപ്പോഴൊക്കെ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിന് അച്ഛന്റെ മൂഡ് മാറാനുള്ള ഒരു സന്ദർഭവും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്തിനാ അച്ഛൻ നിരാശനായിട്ടിരിക്കുന്നത്?